മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രിയ കുഞ്ഞുമക്കളെ, നോമ്പുകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയാണ് നമ്മളായിരിക്കുക. ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. ഒരു നല്ല മനുഷ്യനായി തീരാനുള്ള കുറേ നല്ല നിർദ്ദേശങ്ങളാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇന്ന് അവൻ നമ്മളോട് ആവശ്യപ്പെടുക വിശുദ്ധിയെക്കുറിച്ചാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം വേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് അവൻ നമ്മളോട് ആവശ്യപ്പെടുക. എന്താണ് വിശുദ്ധി എന്നുള്ളത്? നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നിടത്താണ് വിശുദ്ധി എന്ന് പറയുക. എൻ്റെ ശരീരത്തിനകത്തും മനസ്സിനകത്തും ദൈവത്തിൻ്റെ സ്പർശം അനുഭവിക്കാൻ സാധിക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരോട് കൂടെ ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്തുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കച്ചേരി നടക്കുന്ന അവസരത്തിൽ ഒത്തിരിയേറെ പേര് വന്നിരിക്കുന്നുണ്ട്. കച്ചേരി നടത്തുന്നത് ഒരു കൊച്ചുമകനാണ്. അവൻ വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇവൻ്റെ പാട്ട് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാം കൈയടിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. പക്ഷേ കച്ചേരി തീർന്നിട്ടും ഈ മകൻ്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോനെ, നീ ഇത്ര മനോഹരമായിട്ട് കച്ചേരി അവതരിപ്പിച്ചിട്ടും ഇത്രയും ആൾക്കാർ നിന്നെ കണ്ട് സന്തോഷിച്ചിട്ടും നിനക്കെന്താ സന്തോഷിക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ഈ മകൻ പറയുന്നൊരു കാര്യം, ഈ ഓഡിയൻസിൻ്റെ നടുക്ക് എൻ്റെ ഗുരു വന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ സംഗീതം പഠിപ്പിച്ച എൻ്റെ ആ ഗുരുവിൻ്റെ മുഖത്ത് മാത്രം എനിക്ക് ചിരി കാണാനായിട്ട് സാധിച്ചില്ല, സന്തോഷം കാണാൻ സാധിച്ചില്ല. എൻ്റെ ഗുരു സന്തോഷിക്കാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക? ഈ മകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗുരുവായ നമ്മുടെ ക്രിസ്തു ഇരിപ്പുണ്ട്, ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തിന് സന്തോഷിക്കാനായി സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താനായി സാധിക്കുക? ആ ദൈവത്തിൻ്റെ സന്തോഷം നമ്മൾ വിശുദ്ധരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രശസ്ത എഴുത്തുകാരനായ ഓസ്വാൾഡ് ചേംബർ പറയുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. വിശുദ്ധി എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള ഒരു കാരണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കൂടിയായിരിക്കണം. വിശുദ്ധിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും വിശുദ്ധിക്ക് നിരക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് അവതരിപ്പിക്കാറുണ്ട്. അതൊന്നും തെറ്റല്ല എന്ന് നമ്മളോട് പറയാറുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനേക്കാളും ഹൃദയത്തെക്കാളും അപ്പുറത്തേക്ക് ശരീരത്തിന് കുറേ കൂടെ ശരീരത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർ അവതരിപ്പിക്കാറുണ്ട്. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പല്ലിയെ കണ്ടിട്ടുണ്ട്. പല്ലി എന്ന് പറയുന്ന ആ ജീവി, അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ശത്രു അടുത്ത് വരുമ്പോൾ അത് വാല് മുറിച്ച് ഓടി രക്ഷപ്പെട്ട് കളയും. ഇതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കണ്ണ് നിനക്കൊരു പാപകാരണമാകുന്നുണ്ടെങ്കിൽ അത് ചൂടിനെടുത്ത് കളയുക എന്ന് പറയുമ്പോഴും, നിൻ്റെ കരങ്ങൾ നിനക്ക് പാപകാരണമാകുന്നുണ്ടെങ്കിൽ അത് വെട്ടിമുറിച്ച് മാറ്റുക എന്ന് അവൻ ആവശ്യപ്പെടുമ്പോഴും, കുറച്ചുകൂടെ ബാലിശമായി നമ്മൾ അതിനെ ചിന്തിച്ചാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. തെറ്റായ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒഴിവാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അവൻ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റായി കടന്നു വരുന്ന സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ, അത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, തെറ്റായ മേഖലകളായിരിക്കാം, മൊബൈൽ ഫോണായിരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളായിരിക്കാം. പക്ഷേ അവിടെയെല്ലാം എൻ്റെ ഉള്ളിലെ ദൈവത്തെയും മറ്റുള്ളവരുടെ ഉള്ളിലെ ദൈവത്തെയും കണ്ടെത്തി വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധി തന്നെയാണ്. ഇന്നത്തെ പഴയ നിയമത്തിലും നമ്മൾ വായിച്ചു കേൾക്കുന്നത് അത് തന്നെയാണ്. സോദോം ഗൊമോറ നഗരങ്ങളോടും അവൻ ആവശ്യപ്പെടുക വിശുദ്ധിയിലേക്ക് കടന്നു വരാനാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുഹൃത്തുമായിട്ട് ഈ വിശുദ്ധിയെ നമ്മൾ കണക്കാക്കണം. ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന്, എൻ്റെ ഉള്ളിലെ ദൈവം എത്രത്തോളം എന്നിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ദൈവത്തെ കണ്ടെത്തി വിശുദ്ധരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.